കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ചേട്ടാ, എനിക്ക് പേടിയാന്ന് ചേട്ടാ. ഇതുവരെ വന്നിട്ട് പേടിയാണെന്നോ? ആ നാഗമാണിക്യത്തിന്റെ തിളക്കം കണ്ടോ? ആ വെളിച്ചത്തിന് മുന്നില് ആകാശത്തിലുള്ള നക്ഷത്രങ്ങൾ പോലും നിൽക്കില്ല. ജലജ, എന്താ ചേച്ചി? അമ്മയ്ക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്ക്. എന്താടി മുഖത്ത് തന്നെ നോയിക്കൊണ്ട് നിൽക്കുന്നേ? ഇതെല്ലാം വീട്ടിലെ മൂത്ത മകളുടെ ജോലിയാ ചേച്ചി. ഞാൻ ഇളയ കുട്ടിയായതുകൊണ്ട് ആർക്കും ഒരു ബഹുമാനവും ഇല്ല. ഇപ്പൊ എന്താ പറ്റിയേ? വീട്ടിലെ ജോലിയെല്ലാം ഞാനാ ചെയ്യുന്നേ. എന്നിട്ട് അച്ഛന്റെ സ്നേഹവും വാത്സല്യവും ചേച്ചിക്കും. അതെന്താ, നീ മാത്രമാണ് ഇവിടെ ജോലി ചെയ്യുന്നേ? ഇവിടെ അത്ര വലിയ പണിയുണ്ടെന്നാണോ നീ പറയുന്നേ? അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മള് 3 പേരെയും അച്ഛൻ കാണുന്നത് ഒരുപോലെയാ. ഇനി അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അങ്ങനെ എന്നെ സമാധാനിപ്പിക്കണ്ട. നേരത്തെ അച്ഛൻ ചേച്ചിക്ക് ഒടിയാണോ കാശുമാലയും അങ്ങനെ എന്തെല്ലാം വാങ്ങി തന്നിരിക്കുന്നു. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും തന്നോ? എന്താടി ഇങ്ങനെയൊക്കെ പറയുന്നേ? അതിനു മുന്നത്തെ വർഷം നിനക്കല്ലേ വാങ്ങി തന്നേ? അന്ന് വാങ്ങി തന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ, ചേച്ചിക്ക് വാങ്ങിച്ചപ്പോ എനിക്കൂടെ വാങ്ങിച്ചൂടായിരുന്നോ? എന്താടി ഇങ്ങനെയൊക്കെ പറയുന്നേ? അതിന്റെ അടുത്ത വർഷം എനിക്ക് വാങ്ങി തന്നില്ലല്ലോ. എന്താ അതിന്റെ ആവശ്യം? ചേച്ചിയുടെ ഭർത്താവ് ബിസിനസ് തുടങ്ങാൻ നേരത്ത് അച്ഛൻ ഒരുപാട് കാശ് തന്ന് സഹായിച്ചതല്ലേ? ആ പണമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര പവന്റെ ആഭരണം വാങ്ങായിരുന്നു. ശരി ശരി, വെള്ളം ഞാൻ തന്നെ കൊടുത്തോളാം. എന്തിനാ ചേച്ചി? അനുസരണ ഇല്ലാത്ത പെണ്ണാണെന്ന് ചീത്തപ്പേര് എനിക്ക് വന്നാലോ? അതുകൊണ്ട് ഞാൻ കൊണ്ട് കൊടുക്കാം.
ദാ അമ്മേ വെള്ളം കുടിക്കേ. ദേ കോഫി എടുക്ക്. ദേ കോഫി. എന്തിനാ ചേച്ചി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? രൂപ രൂപ, ആ വരുന്നു. എന്താ കാര്യം? ശരീരം അനങ്ങാതെ ഇരുന്നോ? എന്റെ ചേച്ചിയെ മാത്രമായിട്ട് കഷ്ടപ്പെടുത്തുകയല്ലേ നീ? ഇതാപ്പൊ നന്നായത്. ഞാനൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞാ നിങ്ങളുടെ ചേച്ചി ചെയ്യാതിരിക്കുന്നു തോന്നുന്നുണ്ടോ? രൂപേ, എപ്പോഴും നീ തന്നെയല്ലേ ഇവിടുത്തെ വീട്ടുജോലിയൊക്കെ ചെയ്യുന്നത്? ഞാൻ വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ വീട്ടുജോലിയൊക്കെ 2-3 ദിവസം ഞാൻ ചെയ്തോളാം. അത് മാത്രമല്ല, ഞാൻ ജനിച്ചു വളർന്ന വീടല്ലേ, ഞാൻ കൂടി എന്തെങ്കിലും സഹായം ചെയ്യാം എന്നൊക്കെ എന്നോട് പറഞ്ഞത്. നാത്തുവിന്റെ മനസ്സിനെ വേദനിപ്പിക്കണ്ടെന്ന് കരുതി ഞാൻ ചെയ്തോളാം പറഞ്ഞു. അതിനാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ എല്ലാരും കൂടെ എനിക്കിട്ടങ്ങ് പാര വെക്കുവാണോ? അങ്ങനെയാണെന്ന് നാത്തുവിന് തോന്നിയോ? തെറ്റായി പോയെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്ക്. പോയെ. നിങ്ങളെല്ലാരും ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്ന കാണുമ്പോ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പോഴാ വീടൊന്നും ഉണർന്നത്. വീട് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം അമ്മേ. അതുകൊണ്ടല്ലേ ഞാൻ എന്റെ ഭർത്താവുമായിട്ട് ഇവിടെ തന്നെ താമസിക്കുന്നത്. ചേച്ചിയും ഭർത്താവും കൂടി ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞാലുണ്ടല്ലോ, പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടാ അവര് ചെന്ന് കേറുന്ന വീടാ സ്വർഗമെന്ന് പറയും. അത് ശരിയല്ലേ ജലജെ? പെൺകുട്ടികള് അങ്ങനെ തന്നെയല്ലേ കാണണ്ടേ? അപ്പൊ എന്താ ഈ പറഞ്ഞതിനർത്ഥം? ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് ഇഷ്ടമില്ലെന്നാണോ? ഞാൻ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാനാണോ പറയുന്നേ? ഏയ് എന്തിനാടാ വെറുതെ അവളെ ഇട്ട്? അവൾ കുഞ്ഞല്ലേ. ഇതിപ്പോ നന്നായല്ലോ. ഞാൻ അതിനെന്താ പറഞ്ഞേ? എന്തായാലും ചേച്ചി അനിയത്തി ഒരുമിച്ച് കൂടുമ്പോ നമ്മൾ ഔട്ടാവുന്നുള്ളത് ഉറപ്പായി. എനിക്ക് സ്വന്തമായിട്ടൊരു ചേട്ടനും അനിയനും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളും ഇതുപോലെ ഒന്നായിരുന്നേനെ. ആ ചേച്ചിക്കും അനിയത്തിക്കും നീ തന്നെയല്ലേ ഒരു കൂടപ്പിറപ്പ്. അവർക്ക് വേണ്ടതൊക്കെ നീ തന്നെ ചെയ്യണം. തീർച്ചയായിട്ടും അമ്മേ, ഇവര് രണ്ടുപേരും എന്റെ കൂടപ്പിറപ്പുകളല്ലേ. എന്റെ അവസാന ശ്വാസം വരെയും ഇവരുടെ ഏതൊരു ആവശ്യത്തിനും ഞാൻ കൂടെ ഉണ്ടാവും. അല്ല, അവരെ രണ്ടുപേരും കാണുന്നില്ലല്ലോ. ഞാനിവിടെ നിന്നെ കൂട്ടിക്കൊണ്ടു വന്നത് നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല, നിന്നെ കൊണ്ട് എന്റെ കാര്യം സാധിച്ചെടുക്കാനാ. ഇതുപോലൊരു സുവർണ അവസരം നമ്മുടെ ജീവിതത്തിൽ ഇനി കിട്ടില്ല. സത്യമാണ് നീയ. ചേട്ടാ, എനിക്ക് പേടിയാകുന്നു. വേണമെങ്കിൽ ചേട്ടൻ പോയി എടുത്തോ, ഞാൻ വരുന്നില്ല. ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഒന്നും സംഭവിക്കില്ല. വാ. ശരിക്കും ചേട്ടന് നല്ല ധൈര്യമുണ്ട്. ആ നാഗമാണിക്ക് സ്വന്തമാക്കാനുള്ള ഭാഗ്യവും ചേട്ടന് തന്നെയാണുള്ളത്. ആ നാഗങ്ങൾ ഈ സമയത്ത് ബലഹീനരായിരിക്കും. അത് മാത്രമല്ല, ഈ സമയത്ത് കണ്ണു മൂടിയിരിക്കുന്ന കാരണം അതൊന്നും ചെയ്യില്ല. എനിക്ക് ചേട്ടൻ്റെ അത്ര ധൈര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പോവാ. എന്നെ വിട്ടേക്ക്. അയ്യോ, അവിടെ നിൽക്ക്.
ചേട്ടാ അതെടുക്ക്. ഉം. ഉം. ആ. ആ നാഗമാണിക്യത്തെ സ്വന്തമാക്കിയിട്ട് ഇവനെ അങ്ങ് കൊന്നുകളയാം. മകനെ, മകനെ, പുത്ര, മകനെ. ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാ എല്ലാം സംഭവിച്ചത്. അച്ഛൻ എന്താ ചെയ്തേ? ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തു. സ്വാമി, നമ്മുടെ മകനെ സ്വാമി, നമ്മൾ കുലദൈവമായി ആരാധിച്ചു വന്ന നാഗജാതിക്ക് തന്നെ വലിയ ദ്രോഹം ചെയ്തു. എന്തു പറ്റി? നാഗമാണിക്യത്തിന് വേണ്ടി ആരോ നമ്മുടെ മകനെ കൊന്നു കളഞ്ഞു സ്വാമി. കണ്ണു തുറക്കും മകനെ. ശരിയും തെറ്റും തിരിച്ചറിയാത്ത പ്രായത്തില് നിന്നെ കൊല്ലാൻ ആർക്കാണ് മനസ്സ് വന്നത്? സ്വാമി, നമ്മുടെ മകൻ നമ്മളെ വിട്ട് പോയി സ്വാമി. മഹാദേവനെ ദർശിക്കണമെന്ന് പറഞ്ഞതാ. ഇപ്പൊ നേരിട്ട് നീ കൈലാസത്തിലെത്തിയല്ലോ മകനെ. നിനക്ക് മഹാദേവനെ ദർശിക്കണമെന്ന് പറഞ്ഞപ്പോ ഇത്ര പെട്ടെന്ന് നീ മഹാദേവന്റെ അടുത്ത് എത്തുമെന്ന് ഞാൻ കരുതിയില്ല. മകനെ, എഴുന്നേക്കടാ. അമ്മാവാ, 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 ഒരു വലിയ തെറ്റുപറ്റി അമ്മാവാ. എന്താ സംഭവിച്ചത്? നടക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു അമ്മാവാ. ചേട്ടൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അമ്മാവാ. എന്താ സംഭവിച്ചത്? അവൻ എന്താ ചെയ്തത്? അമ്മാവന്റെ മൂത്ത മരുമോനില്ലേ, ഞാൻ വേണ്ടാന്ന് പല തവണ കെഞ്ചി പറഞ്ഞിട്ടും കേൾക്കാതെ ആ ക്ഷേത്രത്തിനകത്ത് കയറി.
അതിനകത്ത് പോയിട്ട് അവിടെ നടന്നതൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാതെ ആ നാഗങ്ങൾ ശിവന് പൂജ ചെയ്യുന്ന ആ നാഗമണിക്കത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയി. നാഗമണിക്കത്തെ മോഷ്ടിച്ച് മാത്രമല്ല, ഒരു ചെറിയ നാഗദേവനെ കൂടെ കൊന്നിട്ട് ഓടിപ്പോയി കളഞ്ഞു. ആ ചെറിയ നാഗത്തെ ചേട്ടൻ കൊന്നതുകൊണ്ട് ഒരു വലിയ നാഗം ചേട്ടനെ കൊല്ലാനായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുക. ആ നാഗം ചേട്ടനെ കൊല്ലുമെന്ന് ഓർത്ത് എനിക്ക് പേടിയാകും അമ്മാവ. അമ്മാവ, അമ്മ 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 എന്നെ രക്ഷിക്കണം അമ്മാവ. ഞാൻ തെറ്റ് ചെയ്തു അമ്മാവ. ആ നാഗത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുക അമ്മാവ. എന്നെ രക്ഷിക്കുക അമ്മാവ. എന്നെ രക്ഷിക്കണം അമ്മാവ. രക്ഷിക്കുക അമ്മാവ. പാമ്പല്ല നിന്നെ കൊല്ലാൻ പോകുന്നത്, ഞാനാ നിന്നെ കൊല്ലാൻ പോകുന്നത്. എന്തായി കളിക്കുന്നത്? എന്ത് വലിയ ദ്രോഹമാണ് നീ ചെയ്തതെന്നറിയോ? ഞങ്ങളുടെ കുലദൈവങ്ങളായ നാഗങ്ങളോടാണ് നീ അന്യായം ചെയ്തത്. ആ നാഗമാണിക്യം മോഷ്ടിക്കുന്നതിന് വേണ്ടി
നീ ഇത്രയും വലിയ ദ്രോഹം ചെയ്യണമായിരുന്നോ? നിന്നെ ഞാൻ ജീവനോടെ വിടില്ലടാ. മാമ, എന്നോട് ക്ഷമിക്കും മാമ, എന്നോട് ക്ഷമിക്കും മാമ. അറിയാതെ പറ്റിപ്പോയതാ. എന്റെ അത്യാഗ്രഹം കൊണ്ടും ആർത്തി കൊണ്ടും ഞാൻ ആ നാഗമണിക്ക് മോഷ്ടിച്ചതാ. നീ ചെയ്തതൊരു കുഞ്ഞു തെറ്റല്ല. പാരമ്പര്യമായി ആരാധിച്ചു വരുന്ന നാഗദേവതയ്ക്ക് വലിയ ദ്രോഹമാണ് ചെയ്തത്. അതുകൊണ്ട് നിന്റെ ജീവനും എടുത്തേ തീരൂ. അമ്മാവ, ഒരു പ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിക്കൂ. അറിയാതെ പറ്റിപ്പോയതാ. എന്നോട് ക്ഷമിക്കൂ പ്ലീസ്. എന്നെ കൊല്ലരുത്. അമ്മാവന്റെ മകൾ അനാഥയായി പോവും. എന്റെ ഭാര്യയിൽ നിന്ന് എന്നെ പിരിക്കരുത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവള് ജീവനോടെ ഇരിക്കില്ല. ഞാൻ മരണപ്പെട്ട അവളും മരണപ്പെടും. എന്റെ കുഞ്ഞു അനാഥനായി പോവും. എന്റെ ഭാര്യയും മകനും അനാഥനായി പോവും. എന്റെ ജീവനെടുത്ത 4 ജീവനുകൾ അനാഥമായി പോവും. നാടിന്റെ തലവനായ അങ്ങക്കിങ്ങനെ ചെയ്യാൻ കഴിയും? ശകുന്തള അന്യ ഒരാളല്ല. അങ്ങ് ജീവിതത്തിൽ സ്നേഹിക്കുന്ന അങ്ങയുടെ മകളാണ്. ഞാൻ അറിയാതെ തെറ്റ് ചെയ്തു പോയതാ അമ്മാവ. അറിയാതെ സംഭവിച്ചതാ. എന്നോട് ക്ഷമിക്കും അമ്മാവ.